ഇന്ന് കേരള സർവകലാശാലയുടെ ഏറ്റവും വലിയ അക്കാദമിക് വേദിയായ, അക്കാദമിക് രംഗത്തെ ഏറ്റവും വലിയ ജനാധിപത്യ വേദിയായ അക്കാദമിക് കൗൺസിലിൻ്റെ യോഗം 10 മണിക്ക് വിളിച്ചു ചേർത്തിരിക്കുകയായിരുന്നു. നേരത്തെ തന്നെ ഈ യോഗം വിളിച്ചപ്പോൾ ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണ്. ഈ യോഗം വിളിച്ചത് നിയമവിരുദ്ധമായിട്ടാണ്. കാരണം ഈ യോഗത്തിൻ്റെ അറിയിപ്പ് കൊടുത്തത് നിയമവിരുദ്ധമായി ഈ സർവകലാശാലയിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രജിസ്ട്രാർ ഇൻ ചാർജാണ് എന്ന് VC ഇറക്കിയ ഒരു ഉത്തരവും പ്രകാരമുള്ള രജിസ്ട്രാർ ഇൻ ചാർജാണ്. അവർ ഈ യോഗം വിളിച്ചത് നിയമവിരുദ്ധമാണ് എന്ന് ഞങ്ങൾ പരസ്യമായി പറഞ്ഞിട്ടുള്ളതാണ്. ഇത് സംബന്ധിച്ച് രജിസ്ട്രാർ കോടതിയിൽ കൊടുത്തൊരു കേസുമായി ബന്ധപ്പെട്ട വാദത്തിലും പറഞ്ഞിട്ടുള്ളതാണ്. ഒന്ന്, ഈ യോഗം നിയമവിരുദ്ധമായി വിളിച്ച യോഗമാണ്. ഈ നിയമവിരുദ്ധമായ രജിസ്ട്രാർ പങ്കെടുത്തുകൊണ്ട് ഈ യോഗം ചേരുന്നതും നിയമവിരുദ്ധമാണ്. എന്നാൽ കേരള സർവകലാശാലയുടെ കീഴിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെയും അധ്യാപകരും അതുമായി ബന്ധപ്പെട്ട പൊതുസമൂഹവും വളരെ പ്രതീക്ഷയോടെ കേൾക്കാനിരിക്കുന്ന തീരുമാനമെടുക്കേണ്ട നിരവധി അജണ്ടകൾ, നൂറുകണക്കിന് അജണ്ടകൾ ഇന്നത്തെ അക്കാദമിക് കൗൺസിൽ യോഗത്തിൻ്റെ അജണ്ട അച്ചടിച്ച് ഞങ്ങൾക്കെല്ലാം വിതരണം ചെയ്തിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സർവകലാശാല സമൂഹത്തിൻ്റെ ആകെ പൊതു താല്പര്യം മുൻനിർത്തി ഈ അക്കാദമിക് കൗൺസിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഈ അക്കാദമിക് കൗൺസിലിലെ ഏതാണ്ട് 130 അംഗങ്ങളിൽ ഏതാണ്ട് 120ഓളം പേർ ഇന്ന് രാവിലെ ഇവിടെ എത്തി. അവരാണ് ഈ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അക്കാദമിക് കൗൺസിൽ ഈ സർവകലാശാലയുടെ ഏറ്റവും വലിയ അക്കാദമിക് വേദിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവകലാശാലയുടെ അതോറിറ്റിയാണ്. സർവകലാശാലയുടെ അതോറിറ്റി സിൻഡിക്കേറ്റ്, സെനറ്റ്, അക്കാദമിക് കൗൺസിൽ, ഇത് മൂന്നുമാണ് അതോറിറ്റി. ഈ അതോറിറ്റിയെ പുല്ലുവില കൊടുത്തുകൊണ്ട് ഇവിടെ ഏകാധിപത്യപരമായിട്ടുള്ള നിയമവിരുദ്ധമായ പ്രവർത്തികളാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി താൽക്കാലിക വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിൻഡിക്കേറ്റ് കൂടാറില്ല. റെഗുലർ സിൻഡിക്കേറ്റ് അവസാനമായി കൂടിയത് മെയ് 27-നാണ്. അങ്ങനെയാണെങ്കിൽ 60 ദിവസത്തിനുള്ളിൽ സിൻഡിക്കേറ്റ് വിളിക്കണം. ജൂലൈ 26-ാം തീയതി സിൻഡിക്കേറ്റ് വിളിക്കണം. ഇതുവരെ വിളിച്ചിട്ടില്ല. അപ്പോൾ സിൻഡിക്കേറ്റ് കൂടുന്നില്ല. പിന്നീട് അക്കാദമിക് കൗൺസിലാണ്. അക്കാദമിക് കൗൺസിൽ സ്വാഭാവികമായും ഇന്നാണ് ചേരേണ്ടത്. ആ അക്കാദമിക് കൗൺസിൽ അതോറിറ്റിയാണ്. ആ അതോറിറ്റി വിളിച്ചു ചേർത്ത് അത് കൂടാൻ മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും മെയിൽ വന്നിരിക്കുകയാണ്, ഇത് മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളത്. 9:30 കഴിഞ്ഞിട്ടാണ് പറയുന്നത്. 10 മണിക്ക് നടക്കേണ്ട യോഗം 9:30 മണി കഴിഞ്ഞിട്ടാണ് പറയുന്നത് മാറ്റിവെച്ചിരിക്കുന്നത്. ഇതൊരു അസാധാരണമായ സംഭവമാണ്. ഇവർ ഇന്ന് കുട്ടികളെ പഠിപ്പിക്കേണ്ടവരാണ്. ഇവരുടെ സ്ഥാപനത്തിൽ നിരവധി അക്കാദമിക് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടവരാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇവിടെ എത്തിയത് ഈ സർവകലാശാലയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ചില അക്കാദമിക് തീരുമാനങ്ങൾ എടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനാധിപത്യ അക്കാദമിക് വേദിയാണ് എന്നുള്ളതുകൊണ്ടാണ് അതിൽ പങ്കെടുക്കാൻ ഇവർ എത്തിച്ചേർന്നത്. ഇന്നലെ എത്തിച്ചേർന്നവരുണ്ട്, ഇന്ന് അതിരാവിലെ എത്തിച്ചേർന്നവരുണ്ട്. 9:30 കഴിഞ്ഞപ്പോൾ പറയാണ് മാറ്റിവെച്ചെന്ന്. ഇത് ജനാധിപത്യത്തിൻ്റെ കുരുതിയാണ്. ജനാധിപത്യത്തെ പുല്ലുവില കൽപ്പിക്കുന്ന ഈ നിയമവിരുദ്ധ പ്രവൃത്തി ചെയ്യുന്ന വൈസ് ചാൻസലറുടെ അവസാനത്തെ ഒരു ഉദാഹരണമാണ്, ജനാധിപത്യ വിരുദ്ധത്തിൻ്റെ ഉദാഹരണമാണ് ഇന്ന് ഈ അക്കാദമിക് കൗൺസിലിനോടെടുത്ത സമീപനം. ഇവർ ഇന്നിവിടെ വന്നിട്ട് തിരിച്ചു പോവുകയാണ്. അവർക്ക് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഇതാണ് ഈ സർവകലാശാലയിൽ നടക്കുന്നതെന്നത് നിരവധി മാസങ്ങളായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ യോഗം വിളിച്ചതൊരു സർവകലാശാലയുടെ രജിസ്ട്രാർ എന്ന് അഭിനയിക്കുന്ന ഒരാളാണ് വിളിച്ചത്. അവർക്ക് ഈ സർവകലാശാല രജിസ്ട്രാറായിരിക്കാൻ നിയമപരമായി യാതൊരുവിധ പിൻബലവുമില്ല. സർവകലാശാല ആക്ടും സ്റ്റാറ്റ്യൂട്ടും അനുസരിച്ച് ഇവിടെ സസ്പെൻഡ് ചെയ്ത ഡോക്ടർ KS അനിൽകുമാറിൻ്റെ സസ്പെൻഷൻ ജൂലൈ മാസം 6-ാം തീയതി ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ റിപ്പോർട്ട് ചെയ്തു. ആ സിൻഡിക്കേറ്റ് യോഗം രജിസ്ട്രാർ KS അനിൽകുമാറിനെ റീഇൻസ്റ്റേറ്റ് ചെയ്തു. അദ്ദേഹം 6-ാം തീയതി ചുമതലയേറ്റ് രജിസ്ട്രാറായിരിക്കുകയാണ്. അപ്പോൾ രജിസ്ട്രാർ ഇവിടെ ഉള്ളപ്പോൾ രജിസ്ട്രാറിൻ്റെ തലയ്ക്ക് മുകളിൽ ഒരു നിയമവിരുദ്ധ രജിസ്ട്രാറെ അപ്പോയിൻറ്റ് ചെയ്തു. നിങ്ങൾ സർവകലാശാല സ്റ്റാറ്റ്യൂട്ട് ചാപ്റ്റർ 2 ക്ലോസ് 23 പരിശോധിക്കൂ. ഒരു ടെമ്പററി വേക്കൻസി വന്നാൽ ആ ടെമ്പററി വേക്കൻസി ഫില്ല് ചെയ്യേണ്ടത് സിൻഡിക്കേറ്റാണ്. ആ സിൻഡിക്കേറ്റിൻ്റെ അധികാരം പോലും കവർന്നെടുത്തുകൊണ്ടാണ് ഒരു താൽക്കാലിക രജിസ്ട്രാറെ ഇവിടെ ചുമതലപ്പെടുത്തിയത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 10 ദിവസം മാത്രമേ ആ രജിസ്ട്രാർക്ക് ഈ സർവകലാശാലയിൽ തുടരാൻ കഴിയുള്ളൂ. നിലവിൽ രജിസ്ട്രാറുണ്ട്, അതിൻ്റെ മുകളിൽ നിയമവിരുദ്ധമായി ചെയ്തു വച്ചിരിക്കുകയാണ്. ആ നിയമവിരുദ്ധമായി ചെയ്തു വെച്ച രജിസ്ട്രാർക്ക് കേവലം 10 ദിവസം മാത്രമേ ഇവിടെ തുടരാൻ കഴിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ജൂലൈ മാസം 16-ാം തീയതി അവസാനിക്കും. അതിനുശേഷം ഇപ്പോൾ രജിസ്ട്രാറായി ഇവിടെ ചുമതല ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്, ഓർഡറുകൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ എന്ത് നിയമവിരുദ്ധ പ്രവർത്തനവും ഈ സർവകലാശാലയിൽ നടത്തും ഞങ്ങൾ എന്ന് വെല്ലുവിളിച്ച് കൊണ്ടാണ് ഈ സർവകലാശാലയുടെ താൽക്കാലിക വൈസ് ചാൻസലർ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് ഈ അക്കാദമിക് കൗൺസിലിനോടുള്ള ഇവരുടെ സമീപനം. ഇത് അംഗീകരിക്കാൻ തയ്യാറല്ല. ഇതിലുള്ള പ്രതിഷേധമാണ് ഈ അധ്യാപക സമൂഹം ഇവിടെ രേഖപ്പെടുത്തുന്നത്. ഇത്തരം നിയമവിരുദ്ധമായ നടപടികളുമായി മുന്നോട്ട് പോകുന്ന ഈ താൽക്കാലിക വൈസ് ചാൻസലർക്കെതിരായിട്ടുള്ള അതിശക്തമായ പ്രക്ഷോഭം വരും കാലങ്ങളിൽ ഈ സർവകലാശാലയുടെ കവാടത്തിൽ ഉയർന്നു വരും എന്ന് മാത്രമാണ് ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത്തരം വലിയൊരു അക്കാദമിക് വേദി, മറ്റൊരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ പെടുത്തിയാണ്. ഇന്നലെ 7 മണിക്കൊരു മെയിൽ വന്ന എല്ലാവർക്കും, എന്താ, ഓഫ്ലൈനായി ആർക്കെങ്കിലും പങ്കെടുക്കാൻ തടസ്സമുണ്ടായാൽ ഓൺലൈനിൽ ചേരണം. അതിൻ്റെ ലിങ്ക് ഇട്ട് കൊടുത്തു, മനസ്സിലായില്ലേ? ലിങ്ക് ഇട്ട് കൊടുത്തു ഇന്നലെ 7:30. എന്നിട്ടും യോഗം ചേർന്നില്ല. എന്താണ് ഇവിടെ നടക്കുന്നത് നിങ്ങൾ പരിശോധിക്കണം. അതുകൊണ്ട് തികച്ചും ഏകാധിപത്യപരമായ നിലപാടിലേക്കാണ് ഈ വൈസ് ചാൻസലർ പോകുന്നത്. അതിന് അദ്ദേഹം മാപ്പ് പറയണം വിദ്യാർത്ഥി സമൂഹത്തോട്, അധ്യാപക സമൂഹത്തോട്. എന്ത് കാരണം കൊണ്ട് ഈ യോഗം മാറ്റിവെച്ചുവെന്ന് നിങ്ങൾ പറയണം. ഇങ്ങനെ ഒരു അസാധാരണമായ സംഭവം ഈ സർവകലാശാലയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഒരു മീറ്റിംഗും തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ്, മിനിറ്റുകൾക്ക് മുമ്പ് മാറ്റിവെച്ചൊരു അനുഭവം ഈ സർവകലാശാലയിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ആരാണ് അക്കാദമിക് സമൂഹത്തിനെതിരായി നിൽക്കുന്നത് എന്നത് കേരളം ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി പോവുകയാണ്. നിരവധി കുട്ടികളുടെ മാർജിനൽ ഡിഗ്രി സീറ്റ് ഇവിടെ തീരുമാനിച്ചു കൊടുത്തു, നടത്തിയില്ല. അത്തരത്തിലുള്ള നിരവധി വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് ഇതിലുള്ള പ്രതിഷേധമാണ്, അക്കാദമിക് കൗൺസിൽ അംഗങ്ങളുടെ പ്രതിഷേധമാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. ഈ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ കൗൺസിൽ അംഗങ്ങളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അഭിവാദ്യങ്ങൾ.